അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ്. വേറൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ കൂണാണ് ഇത്. ഇതിൻ്റെ പേര് എന്തോ ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അമ്മയ്ക്ക് അറിയുള്ളൂ. അമ്മയാണ് അമ്മ രാവിലെ പണിക്ക് പോകാൻ എഴുന്നേറ്റ് വഴി കൂടി പോവാണ്. അപ്പം എന്നെ വിളിക്കണു. ഞാനാണെങ്കിൽ എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ വേം വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടിപ്പോയിട്ടോ. ഞാൻ വെച്ചാൽ അമ്മ എങ്ങാനും വീണതായിരിക്കും ഇതിട്ട് ഞാൻ ഓടിപ്പോയാ. നമ്മുടെ മഴയൊക്കെ അല്ലേ. അപ്പം ഞാൻ ഓടിപ്പോയി നോക്കുമ്പോണ്ട് അമ്മേൻ്റെ കയ്യിൽ 2 സാധനം. അമ്മ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ, എനിക്ക് വീഡിയോ എടുക്കാം, നീ ഉണ്ടാക്കി വെക്കിട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ശരി ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കുക്കിങ് കുറച്ച് ക്രേസ് ഉള്ളൊരു പരിപാടിയാട്ടോ. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ. ഇത് ഓരോ നാട്ടിലേക്ക് ഓരോ പേരാണ് തോന്നുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് തന്നെ പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പല സൈസ് കൂണുകളുണ്ടല്ലോ. അപ്പം ഇതിനെ എന്താണ് പറയണത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൂൺ റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഗൈസ്, ഞാനെൻ്റെ ഹെയർ സ്റ്റൈലൊന്ന് മാറ്റി. എന്താ വെച്ചാൽ മുടി കെട്ടാണ്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ മുടി ഓൾറെഡി നല്ല കൊഴിയുന്നുണ്ട്. അപ്പം ഇനി എങ്ങാനും കൊഴിഞ്ഞ ചോറിലേക്കോ കറിയിലേക്കോ ഒന്നും ആവണ്ട എഴുതിയിട്ട് അപ്പം ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്യാസ് തീർന്നു ഗൈസ്. അതല്ലേലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ നോക്കിയാലും അപ്പം അത് പാളിപ്പോവാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിനി സാധനങ്ങളൊക്കെ റെഡിയാക്കണം. നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതൊക്കെ ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊരു സാധനം മിസ്സിങ് ആണ്. എന്താ വെച്ചാൽ ഇഞ്ചി ഇല്ല. അപ്പം അത് മിസ്സിങ് ആണ്. ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിതേ ഈ ഒരു അടുപ്പിലാട്ട് ഉണ്ടാക്കാൻ പോണത്. നല്ല ചാണകമൊക്കെ മെഴുകി സെറ്റാക്കി വെച്ച അടുപ്പാണ്. ഇത് അമ്മയുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാന്ന് തന്നെ പറയാം കേട്ടോ. ഇത് വൃത്തിയേടാക്കാൻ അമ്മ സമ്മതിക്കില്ല. അപ്പം നമ്മൾ ഇതിലാണ് ഇന്ന് നമ്മുടെ കൂൺ റോസ്റ്റ്, അതായത് മഷ്റൂം റോസ്റ്റ് നമ്മൾ വെക്കാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ വേഗം അടുപ്പ് കത്തിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ചട്ടി വെച്ചു കേട്ടോ. നല്ല സൂപ്പറായിട്ട് തീ കത്തുന്നുണ്ട്. ഞാൻ കത്തൂലെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. അപ്പം എന്നത്തെയും പോലെ ഞാനിതാ നമ്മുടെ മുറത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി. എനിക്ക് മറ്റേ ഇഞ്ചി കിട്ടിയില്ല. പിന്നെ നമ്മുടെ കൂണതേ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാം. എനിക്കിന്ന് 2 ഗസ്റ്റുകളുണ്ട് ഗൈസ്. ഞങ്ങളിന്ന് അപ്പം ഇറങ്ങി എണീറ്റതേ ഉള്ളതാണ്. ഞങ്ങളുടെ മുഖം എങ്ങനെ. ഇതാണ് കുഞ്ഞൂട്ടനും കനിയും. കുഞ്ഞമ്മേനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. കുഞ്ഞമ്മേനെ പറ്റി പറയാനൊന്നുമില്ലാത്ത കുട്ടികൾ. നിങ്ങളെ ഞാൻ വീഡിയോ എടുക്കൂല. റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പൊടികളും എണ്ണ, കടുക്, ഇത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പറിച്ച് വെക്കും. അപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ 2 പിള്ളേർ സെറ്റും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പൊന്ന് നന്നായിട്ട് ചൂട് പിടിക്കട്ടെ, എന്നാലേ സെറ്റാവുള്ളൂ. അപ്പം നോക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ അടുപ്പ് പറഞ്ഞ അമ്മയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന്. അപ്പോൾ അത് അടിക്കാൻ വരെ അമ്മ ഒരു ചെറിയ ചൂലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചൂലല്ലാണ്ട് വേറെ ഒരു ചൂല് കൊണ്ടോ അമ്മ ഈ അടുപ്പ് അടുപ്പിക്കാൻ സമ്മതിക്കൂല. അടിക്കാൻ സമ്മതിക്കൂല. ഇതൊക്കെയാണ് ഗൈസ് അവസ്ഥ. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ്, എൻ്റെ ക്യാമറാമാൻ കുഞ്ഞൂട്ടനാണ്. അപ്പൊ കുഞ്ഞൂട്ടനാണ് എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത്. എത്രത്തോളം സെറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇനി എന്താക്കാം, എണ്ണ ഒഴിക്കാം. അപ്പൊ കുഞ്ഞൂട്ട കാണിച്ചോ, ഇങ്ങോട്ട് കാണിച്ചോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കുറെ നേരം പിടിക്കാൻ വയ്യ. കുറെ നേരം പിടിക്കാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ് കേട്ടോ. നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കടുകാണ്. ഇതാണ് കടുക്. ഇടണം. അതിന് മുന്നേ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പൊ ഗായ്സ്,
നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുകിടാം. ഒച്ച കേൾക്കുന്നുണ്ടോ? കടുക്. ആക്ച്വലി ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുകയാണ്, അപ്പൊ അതിന്റെ ഒരു സൗണ്ടാണ് വേറെ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ കടുക് ഏകദേശം പൊട്ടുന്നുണ്ട്. കരിമോളെ മാറിക്കോ. നമ്മൾ അടുത്തത് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഇട്ട് കൊടുക്കാതെ. ഇനി നമ്മൾ കരിയുന്ന മുന്നേ പച്ചമുളകും, അയ്യോ ഒരു സാധനം എടുക്കാൻ മറന്നു. ഓക്കെ, പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയാണ് ഇട്ടത്. കഴുകിയതാണ്, ഇതൊക്കെ കഴുകിയതാണ്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, പെട്ടെന്നാണ് ഇടുന്നത്. കിട്ടുന്നുണ്ടോ? നീ ചരിക്കൊന്നും വേണ്ട, നേരെ പിടിച്ചാ മതി. അപ്പൊ നമ്മള് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മൾ അതിൽ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഉപ്പിന്റെ പാട്ടയില്ലേ ഗൈസ്, ഞങ്ങളുടെ പഴയ വീടുണ്ടായിരുന്ന സമയം തൊട്ടുള്ള പാട്ടയാണ്. ഐ തിങ്ക് ഞങ്ങൾ ആ പഴയ വീട് വെച്ചപ്പോൾ തൊട്ടുള്ള പാട്ടയാണ്. കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ പാട്ട ഞങ്ങൾ ഇപ്പോഴും കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ കോലൊക്കെ ഇങ്ങനെ ഒരു നൊസ്റ്റോ ഫീലിംഗ്. നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോണത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്. കുനുകുന അരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി പെറുക്കിയിടാം. ഓരോ തക്കാളിക്കും വിലയുണ്ട് ഗൈസ്. അപ്പോൾ കൂടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇത്രയും പൊടികളാണ്. ഇത് പറഞ്ഞാൽ ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. എല്ലാം തട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ച മണം ഒക്കെ മാറി സെറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തവിയൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ തവിയിൽ ചൂട് കൂടുതലാണ്, പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു തവി ഞാൻ എടുത്തതാണ്. ഓക്കെ, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തം ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം മൊത്തമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ, ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എന്തിടാം? നമ്മുടെ കൂണിടാം. ഗായ്സ്, നിങ്ങൾ എൻ്റെ ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഈ അടുപ്പ് കത്തണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഊതുക, പിന്നെയും തീയ കെട്ടുപോകും, പിന്നെയും ഞാൻ ഊതും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഹൈൻഡ് ദ സീനൊന്നും കാണുന്നില്ല. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കട്ടെ. എന്താ വെച്ചാൽ പിള്ളേർക്ക് വിശന്നിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവർക്ക് ഫുഡ് കൊടുക്കാൻ. അപ്പം ഞാൻ വേഗം ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ഗ്രേവി അപ്പം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ നമ്മുടെ കുമ്മിൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. സെറ്റ്. നന്നായിട്ടൊന്ന് ഇളക്കി ഇനി യോജിപ്പിക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ആവി കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വെന്ത് വരണമല്ലോ. ഞാൻ നേരത്തെ ഒഴിച്ച വെള്ളം മതി വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു, പക്ഷെ അത് പോരാ.
കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിക്കാവട്ടെ, അപ്പോഴേക്കും സെറ്റാകും. എനിക്കിപ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് ഗൈസ്, കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് കഴിക്കാൻ പോണത്. ഇവിടെ കുമ്മിള് കിട്ടിയ സമയത്തൊക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു, അപ്പം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പം സാധനം സെറ്റാക്കട്ടെ കേട്ടോ. അപ്പം ഗായ്സ് ദാ നമ്മുടെ കുമിൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ കറി ആ ഒരു സെറ്റപ്പാണ് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ദേ നമ്മുടെ അടിപൊളി റേഷനരി ചോറും നിങ്ങൾക്ക് കാണുന്നുണ്ടോ, റേഷനരി ചോറും നമ്മുടെ ഉണ്ടാക്കിയ കുമിൾ റോസ്റ്റും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സാധനമാണ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എല്ലാം എടുക്കുക, ഒരു കുമിളിൻ്റെ പീസ് എടുക്കുക, ചോറ് വെക്കുക, എന്നിട്ട് ഓക്കെ സെറ്റാണ് ഗൈസ്. രസമുണ്ട്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല, അടിപൊളിയാണ്. അപ്പം ഒരു കൈ കൊണ്ട് കഴിക്കട്ടെ കേട്ടോ. അപ്പം അത് കുമ്പിള് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിത് ഒരു കുമ്പിള് ഉണ്ടാക്കുന്ന ഒരു വ്ളോഗ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഉള്ള ആ ഒരു ഇതില്ല. വരുമോ കുഞ്ഞുങ്ങളെ? അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, കുഞ്ഞുട്ടൻ അവിടെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അപ്പം അടുത്തതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പം ഞാൻ ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും വെറൈറ്റി കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്ളോഗായിട്ട് ഞാൻ വരും. അപ്പോൾ ടാറ്റ പറ. ബൈ ബൈ, സീ യു.